അങ്ങനെ വീണ്ടും കലോത്സവ നാളുകൾ. ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് കേട്ടോ. എല്ലാ സ്കൂളുകളിലൊന്നും കലോത്സവം ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഋതുവിൻ്റെ സ്കൂളിലത്തെ കലോത്സവമായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ. ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജും ആയിട്ട് ഒരാൾക്ക് 6 ഐറ്റത്തിലാണ് പങ്കെടുക്കാൻ പറ്റുക. 3 ഓഫ് സ്റ്റേജും 3 ഓൺ സ്റ്റേജും. ഓൺ സ്റ്റേജിൽ ഇപ്രാവശ്യം പ്രതു പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഹിന്ദി റെസിറ്റേഷനും മോണോ ആക്റ്റും അതുപോലെ തന്നെ കുച്ചിപ്പുടിയാണ്. അങ്ങനെ മോണോ ആക്റ്റും ഹിന്ദി റെസിറ്റേഷനും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് മോണോ ആക്റ്റിനും ഹിന്ദി റെസിറ്റേഷനും പ്രതുവിനാണ് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് കുച്ചിപ്പുടിയാണ്. സ്കൂളിലെ കുച്ചിപ്പുടിയുടെ കോമ്പറ്റീഷന് അങ്ങനെ കുച്ചിപ്പുടിയുടെ കോസ്റ്റ്യൂം വേണം എന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ സാധാരണ. ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ, ഇതെന്താ ഇങ്ങനെ ചുരിദാർ ഇട്ടിട്ട് കളിക്കണേ എന്നുള്ളത്. അപ്പോൾ അതാണ് കാര്യം എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ കുച്ചിപ്പുടി കോമ്പറ്റീഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് പ്രതുവിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ഓൺ സ്റ്റേജ് ഐറ്റത്തിനും പ്രതുവിന് ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഓഫ് സ്റ്റേജിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് 3 ഓഫ് സ്റ്റേജിൽ 2 എണ്ണത്തിൽ ഫസ്റ്റ് പ്രൈസും 1 സെക്കൻഡുമാണ് കേട്ടോ പ്രതുവിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സ്കൂളിലത്തെ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാലേ, നമ്മളുടെ വ്ളോഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ശരിക്കും ഈ കലാമേളകൾ, സഹോദയ എന്നൊക്കെ പറയുന്നത്. കാരണം പാറു ആണെങ്കിലും പ്രതു ആണെങ്കിലും വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രമാണുള്ളത്, പ്രതുവിന് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പാറു ഇപ്രാവശ്യം വേറെ ലെവലാണ്, അതായത് റിപ്പീറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ അത് കാര്യം കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇപ്രാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തായി നിങ്ങളുടെയൊക്കെ സഹോദരിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു? എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ.